തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും, കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും, കണ്ണുനീർ വാർത്തവൻ എൻ കണ്ണുനീർ മാറ്റിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും, എന്നെ നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരർ മുൻപാകെ നിന്ദിതനായിടിലും, സോദരർ മുൻപാകെ നിന്ദിതനായിടിലും. എബ്ബേസിൻ ദൈവം താൻ മാനിനെ കീർത്തിടും, എന്നെ എബ്ബേസിൻ ദൈവം താൻ മാനിനെ കീർത്തിടും. തീച്ചുള സിംഹക്കുഴി മധ്യനം വീണാലും, തീച്ചുള സിംഹക്കുഴി മധ്യനം വീണാലും. ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും, ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ആഴിതൻ ആഴവും അഗ്നിതൻ ആഴവും, ആഴിതൻ ആഴവും അഗ്നിതൻ ആഴവും എന്നെ നശിപ്പിക്കില്ല. യേശു എൻ ചാരയുണ്ട്, എന്നെ നശിപ്പിക്കില്ല. യേശു എൻ ചാരയുണ്ട്. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണമേശുതാൻ, ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയമേശുതാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മനുഷ്യനോട് ചെയ്യുന്ന നിയമം നാം വായിക്കുകയാണ്. നോഹയോട് ദൈവം അരുളി ചെയ്ത ഒരു നിയമം, നോഹയിൽ കൂടി ദൈവം മനുഷ്യനോട് അരുളി ചെയ്ത നിയമം. ദൈവം ഒരു കവനൻറ്റ്, ദൈവം ഒരു നിയമം ചെയ്യുകയാണ്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യം മുതലുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം, 17-ാം വാക്യം വരെയും. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാവിത്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളമൊരു പ്രളയമായി തീരുകയുമില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളമെന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല. ഒരുമിച്ച് ഒരു ജലപ്രളയത്താൽ ലോകം മുഴുവനും നശിക്കുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിക്കുകയുണ്ടായി, ഇനി ലോകം മുഴുവനും നശിക്കും, പക്ഷേ ജലപ്രളയത്താൽ ആയിരിക്കുകയില്ല. അതൊരു തീ പ്രളയത്താലായിരിക്കും, അഗ്നിപ്രളയം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന്
പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ഭയാനകമായ ഒരു അഗ്നിപ്രളയം ഇനി ഉണ്ടാകാനിരിക്കുകയാണ്. വെള്ളം കൊണ്ട്, ജലപ്രളയം കൊണ്ട് ഭൂമിയെ മുഴുവനും ഒരുമിച്ച് നശിപ്പിക്കുകയില്ല. അതാത് ദേശത്ത് ചില സ്ഥലങ്ങളിൽ ജലപ്രളയം ഉണ്ടാകും, കുറേ ആളുകൾക്ക് നാശനഷ്ടങ്ങൾ വരും. പക്ഷേ ഒരുമിച്ച് നോഹയുടെ കാലത്ത് ജലപ്രളയം പോലെ സർവ്വഭൂമിയും വെള്ളത്തിനുള്ളിൽ ആകുകയും സർവ്വഭൂമിയും വെള്ളത്താൽ മൂടപ്പെടുകയും സകല മനുഷ്യ ജീവജാലങ്ങളും നശിക്കുകയും ചെയ്യുന്ന ഒരു ജലപ്രളയം ഇനി ഉണ്ടാവുകയില്ല. ദൈവം മനുഷ്യനോട് ഒരു നിയമം ചെയ്യുന്നു. ആ നിയമം ദൈവം മഴവില്ല് മൂലം ദൈവം അടയാളം കൽപ്പിക്കുകയാണ്. അതാണ് നാം വായിക്കുന്നത്. വില്ല് മേഘത്തിലുണ്ടാകും, ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായി സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. മഴവില്ല് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ അടയാളമായിരിക്കും. ദൈവമനുഷ്യനോട് ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമായി മഴവില്ല് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഇതിൽ നിന്നുള്ളതായ സന്ദേശം? എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ദൈവം പാപത്തെ വെറുക്കുന്നു, ദൈവം പാപത്തിന് ശിക്ഷ കൽപ്പിക്കുന്നു. പാപിയായ മനുഷ്യൻ അവൻ്റെ പാപത്തിന് ശിക്ഷ അനുഭവിച്ചേ തീരുകയുള്ളൂ. മനുഷ്യൻ വിതയ്ക്കുന്നത് അവൻ കൊയ്തേ പറ്റൂ. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും, സംശയമില്ല. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും, സംശയമില്ല. അതെല്ലാം വേദപുസ്തകം പറയുന്ന വാക്യങ്ങളാണ്. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തും. നിങ്ങൾ എവിടെ മറഞ്ഞിരുന്നാലും പാപം നിങ്ങളെ കണ്ടെത്തും. എവിടെ ഒളിഞ്ഞിരുന്നാലും പാപം നിങ്ങളെ കണ്ടെത്തുകയും പാപത്തിന് ശിക്ഷ നിങ്ങളെ പിടികൂടുകയും ചെയ്യും. ഉണ്ട്, പാപത്തിന് ശിക്ഷയുണ്ട്. എന്നാൽ ദൈവം കൽപ്പിക്കുന്നു, ഒരു മഴവില്ലിത ഞാൻ സ്ഥാപിക്കുന്നു. അന്ന് നോഹയുടെ കാലത്ത് ദൈവം ഈ മഴവില്ല് സ്ഥാപിച്ചതിന് മുമ്പ് മഴവില്ലേ? മഴയുണ്ടോ? മഴവില്ല് ഉണ്ടായിരിക്കും, സംശയമില്ല. അതിൻ്റെ ശാസ്ത്രീയമായ വശം നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. സപ്തവർണ്ണങ്ങൾ, 7 വർണ്ണങ്ങൾ, അത് മനോഹരമായി ചിത്രീകരിക്കപ്പെടുന്ന മഴവിൽക്കൊടി, മഴവില്ല്, അത് വാസ്തവത്തിൽ നീരാവിപൂരിതമായ മേഘത്തിൽ സൂര്യരശ്മികൾ തട്ടുമ്പോൾ പ്രിസം എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വസ്തു പ്രതിഫലിപ്പിക്കുന്നത് പോലെ വെളിച്ചം പല നിറങ്ങളായി പ്രശോഭിക്കുകയാണ് ആ നീരാവിയിൽ തട്ടി. അത് നിങ്ങൾക്കറിയാം. എന്നാൽ എന്താണ് അതിൻ്റെ ആത്മീയമായ വശം? മഴവില്ല് ദൈവം മനുഷ്യനോട് ചെയ്യുന്നൊരു നിയമമാണ്. മഴവില്ല് ഞാൻ കാണുമ്പോൾ എൻ്റെ നിയമം ഞാൻ ഓർക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് ശിക്ഷയുണ്ട്, എന്നാൽ ദൈവം ഇതാ ഒരു മഴവില്ല് സ്ഥാപിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് ശിക്ഷയുണ്ട്, എന്നാൽ ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടുവാൻ ഒരു പോംവഴി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം കരുതി തന്നിരിക്കുന്നു. ശിക്ഷയുണ്ട്, പാപത്തിന് ശിക്ഷ ഏറ്റേ പറ്റുകയുള്ളൂ, പാപത്തിന് ശിക്ഷ വഹിച്ചേ പറ്റുകയുള്ളൂ. എന്നാൽ ജീവനുള്ള ദൈവം കരുണ തോന്നി ശിക്ഷ നമുക്ക് ഏശാതെ വണ്ണം ദൈവം നമുക്ക് ശിക്ഷയിൽ നിന്ന് ഒരു വിടുതൽ, ഒരു പോംവഴി ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഏതാണ് ഈ മഴവില്ല്? അത് മറ്റൊന്നുമല്ലത്. അത് ഗോകുൽത്തായിൽ ഉയർത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ്. ഗോകുൽത്തായിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തു, തേജോമയനായ ക്രിസ്തു, മഴവില്ലിൻ്റെ സൗന്ദര്യമുള്ളവനായ ക്രിസ്തു, ആയിരങ്ങളിൽ സുന്ദരനെന്നും 10,000-ങ്ങളിൽ സുന്ദരനെന്നും തിരുവചനം സാക്ഷിക്കുന്ന ക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം തരുവാൻ ക്രൂശിന്മേൽ അർപ്പിതനായിരിക്കുകയാണ്.
വേദപുസ്തകം വായിക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ നമുക്ക് മഴവില്ല് കാണാൻ സാധിക്കും. 3 സ്ഥലങ്ങളിൽ മഴവില്ല്. ഒന്ന്, നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷമുണ്ടായ ദൈവം കാണിച്ചു തന്ന അടയാളമായ മഴവില്ല്. രണ്ടാമത്തേത്, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു മഴവില്ല് കാണാം. മൂന്നാമത്തേത്, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു മഴവില്ല് കാണാം. 3 മഴവില്ലുകൾ. പ്രിയപ്പെട്ടവരെ, ഈ 3 മഴവില്ലുകളോടും ചേർന്ന് മഴയും കൊടുങ്കാറ്റും കാണാം. കൊടുങ്കാറ്റ് കാണാം. കൊടുങ്കാറ്റ് അത് മഴവില്ലിനോട് ചേർന്നുള്ളൊരു പ്രതിഭാസമാണ്. കൊടുങ്കാറ്റുണ്ടാകും. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ ഓർത്തുകൊള്ളുക, ഒരു മഴവില്ലുണ്ട്. ജീവിതത്തിൽ ഈ യാതനകൾ വരുമ്പോൾ ഓർത്തുകൊള്ളുക, ആ യാതനകൾക്ക് ഒരു പര്യവസാനമുണ്ട്. ജീവിതത്തിൽ കഠിനമായ ശോധനകളും നെടുവീർപ്പേറുന്ന യാതനകളും തെറുത്തുയർന്നു വരുമ്പോൾ ഓർത്തുകൊള്ളുക, ഇതിനെല്ലാം ഒരു പര്യവസാനമുണ്ട്. ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട്. ഇതിനെല്ലാം ഒരു പോംവഴിയുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു വിടുതലുണ്ട് എന്ന്. ഇത് വ്യർത്ഥമായി ആശ്വസിക്കാനോ നമുക്ക് വ്യാജമായി സന്തോഷിക്കാനോ ഉള്ളൊരു കാര്യമല്ലത്. എന്നാൽ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, മഴവില്ല്, പഴയ നിയമത്തിൽ കാണുന്ന ഈ മഴവില്ല് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മഴവില്ല് അർത്ഥവത്തായി നമ്മുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുകയാണ്. എന്താണ് പറയുന്ന വാക്ക്? മഴവില്ല് വളരെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ പ്രശോഭിച്ച് നിൽക്കുകയാണ്. റോമർ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാം നന്മയ്ക്കെന്ന് ഓടിച്ച് പറഞ്ഞാൽ പറ്റുകയില്ല. എല്ലാം നന്മയ്ക്കൊന്നുമല്ല. എല്ലാം നന്മയ്ക്ക് ഓൾ ഫോർ ദ ബെസ്റ്റ് എന്ന് പറയും. എല്ലാം നന്മയ്ക്ക് ആവില്ല. അതിന് 2 വ്യവസ്ഥയുണ്ട്. എല്ലാം നന്മയ്ക്കാകണമെങ്കിൽ 2 കണ്ടീഷനുണ്ട്, 2 വ്യവസ്ഥയുണ്ട്. ഒന്ന്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. 2, ഞാൻ ദൈവത്തിൻ്റെ നിർണയത്താൽ വിളിക്കപ്പെട്ടവനായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് എൻ്റെ പക്ഷത്ത് വരേണ്ടതാണ്. നിർണയപ്രകാരം ഞാൻ വിളിക്കപ്പെട്ടവനാകുക എന്നുള്ളത് ദൈവപക്ഷത്ത് വരേണ്ടതാണ്. അക്കാര്യത്തിൽ നാം എല്ലാവരും തുല്യരാണ്. നാം എല്ലാവരും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബലിവേദിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ശോഭനമായ തീരത്തേക്ക് ആനയിക്കപ്പെട്ടവരാണ്. ദൈവം വിളിച്ചവരാണ്. ദൈവം തിരഞ്ഞെടുത്തവരാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ്. അക്കാര്യം ശരി. ആ ഒരു വ്യവസ്ഥ തീർച്ചയായും സംഗതമാണ് നമ്മെക്കുറിച്ച്. എന്നാൽ ആദ്യം പറഞ്ഞത് എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം നന്മയ്ക്കാക്കി മാറ്റിത്തരികയുള്ളൂ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കൊടുങ്കാറ്റുണ്ട്, സംശയമില്ല. കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കും. കൊടുങ്കാറ്റുകൾ തെറുത്തു വരും. കൊടുങ്കാറ്റുകൾ നമ്മെ വീശി അടിച്ച് നമ്മെ വീഴിക്കും. കൊടുങ്കാറ്റുകൾ ജീവിതത്തിലുണ്ട്. എന്നാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കാൻ നമ്മുടെ ജീവിതം അർപ്പണം ചെയ്തവരാണെങ്കിൽ, എങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. നിർണയപ്രകാരം, ദൈവത്തിൻ്റെ നിർണയപ്രകാരം ഞാൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ടാണ് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നത് അതുപോലും എൻ്റെ കഴിവല്ല, എൻ്റെ സാമർഥ്യമല്ല, എൻ്റെ പരിശീലനം കൊണ്ട് നേടിയെടുക്കുന്ന നേട്ടമല്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ നിർണയപ്രകാരം ഞാൻ വിളിക്കപ്പെട്ടവനായതുകൊണ്ട്, ദൈവത്തിൻ്റെ വിളി എൻ്റെ മേലുള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ മുൻ നിർണയം എന്നെ തിരഞ്ഞെടുത്തതുകൊണ്ട്, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കത്തക്കവണ്ണമുള്ള ഒരു സ്ഥിതിയിലേക്ക് ദൈവം എന്നെ ആക്കിയിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. നിങ്ങളെൻ്റെ വചനം പ്രമാണിക്കുന്നവരെങ്കിൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നവരാകും. വചനം പ്രമാണിക്കുന്നവരാണ് സ്നേഹിക്കുന്നവർ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു പ്രയോഗമാണത്.
എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നവരെങ്കിൽ നിങ്ങളെൻ്റെ വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൊടുങ്കാറ്റുകൾ അവർക്കും വരും. കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും അവരുടെ ജീവിതത്തിൽ വരും. ആപത്തുകൾ അവരുടെ ജീവിതത്തിൽ വരും. അത്യാഹിതങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. വലിയ യാതനകളും വേദനകളും ജീവിതത്തിൽ വരും. രോഗങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വരും. അത് ആർക്കും വരും, എല്ലാവർക്കും വരും. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ദൈവം നന്മയ്ക്കാക്കി തീർക്കുമത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും ആദ്യത്തെ കഥാകൃതിയാകുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റോബിൻസൺ ക്രൂസോ, ഡാനിയൽ ഡീഫോ എന്ന് പറയുന്ന ആൾ എഴുതിയ റോബിൻസൺ ക്രൂസോ പ്രസിദ്ധമായൊരു കഥാപുസ്തകമാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പുരാതനമായ കഥാപുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. ഈ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ പേരാണ് റോബിൻസൺ ക്രൂസോ. ആ ചെറുപ്പക്കാരൻ കപ്പലോട്ടത്തിൽ സാഹസികത കൊണ്ട് പുറപ്പെട്ടവനാണ്. അവൻ ധൈര്യശാലിയായി കപ്പലോട്ടത്തിൽ പുറപ്പെട്ടു. കപ്പലോടിച്ച് ലോകം ചുറ്റാൻ പുറപ്പെട്ടു. അവന് അനേകം യാത്രക്കാരുള്ളൊരു കപ്പലിൽ കയറി. കപ്പൽ അങ്ങ് ആഴക്കടലിലൂടെ പോകുകയാണ്. പെട്ടെന്നാണ് അത്യാഹിതം സംഭവിച്ചത്. എവിടെ സ്ഥലം എന്താണോ അറിയാൻ വയ്യ. കപ്പലിന് അപകടം സംഭവിച്ചു. പെരുങ്കടൽ, ആഴക്കടൽ, കപ്പലിന് അപകടം സംഭവിച്ചു. ഏതോ ഒരു വിള്ളൽ കപ്പലിൻ്റെ അടിയിൽ വന്നു. വെള്ളം കപ്പലിനകത്ത് കയറി. കപ്പൽ സമുദ്രത്തിൽ താണുപോയി. പക്ഷേ ഏതോ ചില പലകീറ്റുകളിൽ ഈ ചെറുപ്പക്കാരൻ തത്തിപ്പിടിച്ച് നിന്നു. പലകയിൽ അവനെ ഇങ്ങനെ പതഞ്ഞു നിന്ന് തിരമാലകൾ അടിച്ചടിച്ച് അവനെ കരയ്ക്കെത്തിച്ചു. അപ്പോഴേക്കും ബോധം കെട്ടുപോയിരുന്നു. കരയ്ക്കെത്തി. ഭാഗ്യം മരിച്ചുപോയില്ല. അവൻ കരയിൽ മണൽപ്പുറത്ത് എത്രയും നേരമാണ് കിടന്നതാവോ, എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ അവന് പരിചയമില്ലാത്ത ഒരു മണൽപ്പരപ്പിലാണ് കിടക്കുന്നത്. കടലോരത്തെ മണലിൽ അവൻ എഴുന്നേറ്റു. അവൻ പ്രാഞ്ചി നടന്നു. ഒന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല. ചുറ്റും വൻ കടലാണ്. ഒരു വലിയ തുരുത്ത്, വലിയ ദ്വീപ്. ആ ദ്വീപിൻ്റെ ചുറ്റും വലിയ കടലാണ്. അവൻ കുറച്ച് ഉള്ളിലേക്ക് നടന്നു. ദ്വീപിൻ്റെ ആ കടലോരം വിട്ട് അകത്തേക്ക് നടന്നു. കുറേ കുറ്റിക്കാടുകളും പിന്നെ വൻ മരങ്ങളുള്ള വലിയ വനവും. ആ വനത്തിലൂടെ അവൻ നടന്നു. ഏതോ ചില പഴങ്ങളെല്ലാം വള്ളികളിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അവൻ പറിച്ചു തിന്നു. അവൻ്റെ വിശപ്പ് മാറി. കാട്ടിലെ കാട്ടുചോലയിൽ വെള്ളം കുടിച്ചു. അവൻ്റെ ദാഹവും മാറി. അവനിങ്ങനെ നടക്കുകയാണ്. ആരുമില്ലാത്ത ആ ദ്വീപിൽ കൂടി അവനിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. രാത്രിയാകുമ്പോൾ മരത്തണലിൽ കിടന്നുറങ്ങും. പകലെഴുന്നേരുന്ന് നടക്കും. കാട്ടിലെ പഴം കൊണ്ടും കാട്ടിലെ ആ അരുവിയിൽ കൂടി ഒഴുകുന്ന വെള്ളം കൊണ്ടും അവൻ ഉപജീവനം കഴിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അവന് തോന്നി, എത്ര കാലമാണ് ഇങ്ങനെ ജീവിക്കുന്നത്? അങ്ങ് ദൂരെ കടൽ കൂടെ കപ്പലുകൾ ഇങ്ങനെ പോകുന്നത് കാണാം. ചെറിയ പൊട്ട് പോലെ, വളരെ ചെറിയ ഒരു പോയിൻ്റ് പോലെ, അത്രയും ചെറുതായിട്ട് അത്ര ദൂരെ കൂടിയാണ് പോകുന്നത്. അവൻ കൈ ഉയർത്തി ചാടി. അവൻ നിലവിളിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ കേൾക്കാനാണ്? കടൽ തിരകളുടെ ഒച്ചയിൽ, കടൽ തിരമാലകളുടെ ആരവത്തിൽ ആരും ഒന്നും കേട്ടില്ല. കഥ പറഞ്ഞു പോകുന്നത് അങ്ങനെയാണ്. ആ ചെറുപ്പക്കാരൻ അവൻ കല്ലുകൾ കൊണ്ട്, കൂർത്തുമൂത്ത കല്ലുകൾ കൊണ്ട് മരക്കൊമ്പുകൾ ഇടിച്ച് ചതച്ചൊടിച്ച് അവൻ കുറ്റികളുണ്ടാക്കി, തൂണുകളുണ്ടാക്കി, കഴുക്കോലുണ്ടാക്കി, പട്ടിക പോലുണ്ടാക്കി. അവൻ വലിയ മരത്തിൻ്റെ വലിയ ഇലകൾ കൊണ്ട് അവൻ ഒരു മേച്ചിലുണ്ടാക്കി. മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാം, മഴയിൽ നിന്ന് രക്ഷപ്പെടാം, വെയിലിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ അവനൊരു കൊച്ചു കുടിലുണ്ടാക്കി. അവൻ ഈ കുടിലിൽ രാത്രി കിടന്നുറങ്ങും. പകലെഴുന്നേറ്റ് അങ്ങനെ ദ്വീപിൽ കൂടി സഞ്ചരിക്കും. ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോയി. ഓരോ ദിവസവും അവനൊരു കാര്യം ചെയ്തു. അവൻ്റെ ഓർമ്മയിൽ നിന്ന് അവൻ മരത്തിൽ ഇങ്ങനെ കൊത്തിവെക്കും. തീയതിയും ആണ്ടും തീയതിയും കൊത്തിവെക്കും. അതും കൊത്തിവെക്കാൻ ഉളിയും ആയുധങ്ങളും ഇല്ലല്ലോ. ഈ കല്ലിൻ്റെ കൂർത്ത ഭാഗം കൊണ്ട് ആ മരത്തിൻ്റെ പട്ടയിൽ കൊത്തിവെക്കും. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം അവൻ കാട്ടിലൂടെ അരിഞ്ഞ് തിരിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ കൊച്ചുകുടിൽ കത്തുന്നതാണ് കണ്ടത്. അവൻ കഷ്ടപ്പെട്ട് നാളുകളിൽ നിന്ന് ആളുകൾ അധ്വാനിച്ചുണ്ടാക്കിയ കുടിൽ അത് കത്തുന്നു. കാട്ടുതീ എവിടെ നിന്നോ വന്ന്
ഒരു പൊരി വന്ന് ഈ ഉണങ്ങിയ ഇലയിൽ വന്ന് വീണതാണ്. ഇലയ്ക്ക് തീ പിടിച്ചു. പിന്നെ അതിൻ്റെ ആ മര കഷ്ണങ്ങൾക്ക് തീ പിടിച്ചു. എല്ലാം ആളി പടർന്ന് കത്തി ഉയരുകയാണ്. തീജ്വാല ഉയരത്തിൽ ഉയരുന്നു. അവൻ നെഞ്ചത്തടച്ച് കരഞ്ഞു, കഷ്ടം എൻ്റെ ദൈവമേ, ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആരെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആരും ഇതുവരെയും വന്നില്ല. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കൊച്ചുകുടിലും കത്തിപ്പോയല്ലോ. നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? അവൻ നിന്ന് കരയുകയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം, ഏതോ ഒരു സൈറൻ പോലെ. അവൻ തിരിഞ്ഞു നോക്കി, ഒരു ബോട്ട് അടുത്ത് വരുന്നു. അകലെ നിന്ന് പാഞ്ഞു വരുന്നു. ബോട്ട് വന്ന് അടുക്കാവുന്നിടത്തോളം വന്ന് ആ ബോട്ട് നിർത്തി. ബോട്ടിനകത്ത് നിന്ന് ചിലരെ അവന് കൈമാടി വിളിച്ചു, വരാൻ പറഞ്ഞ് വിളിച്ചു. അവൻ ഓടിച്ചെന്നു, വെള്ളത്തിൽ കൂടി നടന്നു ചെന്നു, ബോട്ടിൽ കയറി. ബോട്ട് അതിശീഘ്രം പാഞ്ഞു. അങ്ങ് ദൂരെ ദൂരെ കടലിൽ ഒരു കപ്പൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ കപ്പലിലേക്ക് അവനെ കയറ്റി, ബോട്ടും കയറ്റി. കപ്പൽ നീങ്ങി. കപ്പിത്താൻ പറഞ്ഞു, എടാ ചെറുപ്പക്കാരാ, നീ അത്രയും ഉയരത്തിൽ ആ തീ കത്തിച്ചത് നന്നായി. അത്രയും ഉയരത്തിൽ തീ കത്തിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യക്കാരൻ അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനിടയായി. അല്ലെങ്കിൽ ഞങ്ങൾ അറിയില്ലായിരുന്നു. നന്നായി, അത്രയും ഉയരത്തിൽ തീ കത്തിക്കാൻ എനിക്ക് തോന്നിയല്ലോ. അപ്പോഴാണ് അവന് മനസ്സിലായത് കിടപ്പാടം കത്തിയത് നന്നായി എന്ന്, അവിടെ രക്ഷപ്പെടാൻ അത് സഹായകമായി എന്ന്. പ്രിയപ്പെട്ടവരെ, കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ വരും. കിടപ്പാടം കത്തി, പക്ഷേ അത് നന്നായി. ജീവിതത്തിൽ ആപത്തുകൾ വരും. കിടപ്പാടം കത്തുന്നത് പോലത്തെ ആപത്തുകൾ വരും. അത്യാഹിതങ്ങൾ വരും. പെട്ടെന്നുള്ള താങ്ങാൻ വയ്യാത്തതായ വിപത്തുകൾ വരും. അസഹ്യമായ, സഹിക്കാൻ വയ്യാത്തതായ കഠിനമായ യാതനകൾ വരും. പക്ഷേ അവിടെ ആ യാതനകളുടെ മധ്യത്തിൽ നമുക്കൊരു നീക്കുപോക്ക് തരാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം നമ്മെ അനുഗ്രഹീതമായ വന്ധാവിലൂടെ നയിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മെ നയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നന്മയ്ക്കായി എല്ലാം ദൈവം തീർത്തു തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കൊടുങ്കാറ്റ് വീശും, പക്ഷേ കൊടുങ്കാറ്റിനപ്പുറം ഒരു ശാന്തത നമുക്ക് ലഭിക്കും. കൊടുങ്കാറ്റുണ്ടാകും, കൊടുങ്കാറ്റിനപ്പുറം ഒരു മഴവില്ല് നമുക്ക് കാണാൻ കിട്ടും. കൊടുങ്കാറ്റിന് ശേഷം മഴവില്ല്. നോഹയുടെ കാര്യത്തിൽ അതാണ് നാം കാണുന്നത്. ദൈവം മഴവില്ല് സ്ഥാപിച്ചു. വില്ല് യുദ്ധത്തിലെ ആക്രമണത്തിൻ്റെ പ്രതീകമാണ്. വില്ലൊരു ആയുധത്തിൻ്റെ പ്രതീകമാണ്. വില്ല് ആക്രമണത്തിൻ്റെയും ശിക്ഷയുടെയും പ്രതീകമാണ്. പക്ഷേ ഈ വില്ല് അത് രക്ഷയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞത്? പാപിക്ക് ശിക്ഷയുണ്ട്, എന്നാൽ ക്രിസ്തു നമുക്ക് സമാധാനം തരികയാണ്. ക്രിസ്തു നമുക്ക് ആശ്വാസം തരികയാണ്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെല്ലാം പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നുണ്ട്, പലതരത്തിലുള്ളതായ യാതനകളിൽപ്പെട്ട് മനസ്സ് ആകുലപ്പെട്ട് വലയുന്നുണ്ട്, പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ മഴവില്ല് നിങ്ങൾക്ക് കാണാനിട വരട്ടെ. ഞാൻ പറയുന്നത് ആകാശത്തിലെ മഴവില്ലല്ല, ഈ നീരാവി സൂര്യപ്രകാശം അടിക്കുമ്പോൾ കാണുന്ന മഴവില്ലല്ല. അതിനപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ വർണ്ണശബളിമയുള്ളതായ മഴവില്ല് നിങ്ങൾ കാണാനിടയാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ വിവിധ വർണ്ണങ്ങളുടെ പ്രശോഭയുള്ളതായ അനുഗ്രഹീതമായ ആ മഴവില്ല് നിങ്ങളുടെ ജീവിതത്തിൽ വിരിയുന്നത് കാണാനിട വരട്ടെ. പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ സന്തോഷത്തിൻ്റെ മഴവില്ല്, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ ദുരിതങ്ങൾ അകറ്റുന്ന മഴവില്ല്, കഷ്ടപ്പാടും ദുഃഖവും നിറഞ്ഞ ജീവിതത്തിൽ, രോഗവും വേദനയുമുള്ള ജീവിതത്തിൽ എല്ലാറ്റിനും പരിഹാരമാകുന്നൊരു മഴവില്ല്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ നിങ്ങൾ കാണുമ്പോൾ, യേശുക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വർണ്ണപ്പൊലിമയോടെ അവൻ പ്രകാശിച്ചു വരും. വർണ്ണഭംഗിയോടെ അവൻ ശോഭിച്ചു വരും. ദൈവത്തിന് സ്തോത്രം. വർണ്ണപ്പൊലിമ. പ്രിയപ്പെട്ടവരെ, ആ നിറപ്പകിട്ട് അത് പുറമെയുള്ള നിറപ്പകിട്ടല്ല, അത് കൃപയുടെ നിറവാണത്. അത് സ്നേഹത്തിൻ്റെ ആധിക്യമാണത്. അത് കാരുണ്യത്തിൻ്റെ കടലാണത്. അത് അനുഗ്രഹത്തിൻ്റെ നിദാനമാണ്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ മഴവില്ല് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? സ്നേഹത്തിൻ്റെ കൃപ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അലോടൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ കരസ്പർശം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വേദനയിൽ നിങ്ങളെ തലോടുന്ന ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ അനുഗ്രഹീതമായ ആ തലോടൽ നിങ്ങൾ ഏറ്റിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾ രുചിച്ചിട്ടുണ്ടോ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനോട് പറയാം,
കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം നാഥ അനേകം പ്രശ്നങ്ങളിൽ കൂടി ഞാൻ കടന്നു പോന്നു. ദുരിതങ്ങളേറെ ഞാൻ അനുഭവിച്ചു, കഷ്ടപ്പാടേറെ ഞാൻ ഏറ്റു. എൻ്റെ ദൈവമേ, സമാധാനമില്ലാതെ ഞാൻ വലഞ്ഞു. ഞാൻ അധ്വാനിച്ച് ക്ലേശിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം കൊടുങ്കാറ്റേറ്റ് വലയുന്ന സ്ഥിതിയിലായിപ്പോയി. ഒരിക്കലും സമാധാനം കിട്ടിയിട്ടില്ല, ഒരിടത്തും സ്വസ്ഥത കിട്ടിയിട്ടില്ല. എന്നും ദുരിതവും യാതനയും മാത്രമായിരുന്നു. കർത്താവേ, എന്നും വിങ്ങുന്ന ഹൃദയമായിരുന്നു. എന്നും നെടുവീർപ്പ് ഉയർന്നുകൊണ്ടിരുന്നു, എന്നും ഏങ്ങലടികൾ ഉയർന്നുകൊണ്ടിരുന്നു, എന്നും തപ്ത ബാഷ്പങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരുന്നു, എന്നും ചുടു നെടുവീർപ്പുകൾ ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ നാഥ, ഇന്ന് ക്രൂസിൽ എനിക്ക് വേണ്ടി യാതനയേറ്റ രക്ഷക, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ വരുന്നു. നാഥ, നിന്നെ എൻ്റെ മേലുള്ള ശിക്ഷകൾ ഒഴിവാക്കുന്ന മഴവില്ലായി കാണുവാൻ, നാഥ എൻ്റെ ശിക്ഷ ഒഴിവാക്കുന്ന രക്ഷയായി കാണുവാൻ എൻ്റെ നാഥ, നീ എനിക്ക് ഉൾക്കണ്ണ് തുറക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. യേശുവിനെ നിങ്ങൾ വിളിക്കൂ. നിങ്ങൾക്ക് സമാധാനം തരുന്ന ക്രിസ്തുവിനെ ഇപ്പോൾ നിങ്ങൾ വിളിക്കൂ. നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾ അർപ്പണം ചെയ്യൂ. യേശുവിനോട് പറയൂ, കർത്താവേ, ഇവിടെ ഇതാ ഒരുവൻ ഇരിക്കുന്നു, ഇവിടെ ഇതാ ഞാനൊരാൾ ഇരിക്കുന്നു. എന്നോട് നീ ഒന്ന് മനസ്സലിഞ്ഞ് എന്നെ നീ ഒന്ന് നോക്കണമേ. എൻ്റെ കർത്താവേ, എൻ്റെ കൊടുങ്കാറ്റുകൾ എന്നെ ഉലയ്ക്കുന്നുണ്ട്, യാതനകൾ എന്നെ വലയ്ക്കുന്നുണ്ട്, പ്രതിസന്ധികൾ എന്നെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. നാഥ, മറുപടി കാണാത്തതായ പ്രശ്നങ്ങൾ എന്നെ വലയം ചെയ്യുന്നുണ്ട്. ഞാൻ ഭാരത്തോടിരിക്കുകയാണ്. ഇപ്പോൾ ഉടയവനെ, നീ എൻ്റെ ജീവിതത്തിലെ മഴവില്ലായി എഴുന്നള്ളി വന്ന് എന്നെ തലോടണമേ. എൻ്റെ ഇരുണ്ട വശങ്ങളിലേക്ക് വർണ്ണ ശബളിമ പകരണമേ. എൻ്റെ ഇരുണ്ട പ്രതലങ്ങളിലേക്ക് നിറപ്പകിട്ട് പകരണമേ. എനിക്ക് ആശ്വാസം തരണമേ, എനിക്ക് സമാധാനം തരണമേ. എനിക്ക് ആശ്വാസം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. തൃക്കരം എൻ്റെ ശിരസിന്മേൽ വെക്കണമേ. എന്നെ തലോടണമേ. എൻ്റെ കണ്ണുനീര് തുടയ്ക്കണമേ. എൻ്റെ പുറം നിൻ്റെ അരിമകരം കൊണ്ട് തടവി തരണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരം എന്നെ തലോടണമേ. യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഞാനിതാ പരമേൽപ്പിക്കുന്നു. എൻ്റെ ഈ ദേഹവും ദേഹിയും ആത്മാവും ഒരു വ്യവസ്ഥയും കൂടാതെ എൻ്റെ രക്ഷക നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരികയാണ്. ഇപ്പോൾ നിൻ്റെ കരം നീട്ടി എൻ്റെ തലമേൽ നിൻ്റെ കരം വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ പാപം പോക്കണമേ, എന്നെ കഴുകണമേ, എൻ്റെ അകൃത്യം നീക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി എന്നെ മാറ്റണമേ. നാഥ, നീ എൻ്റെ ഹൃദയത്തിൽ വാഴണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും തൃക്കരം നീട്ടി ആശീർവദിക്കണമേ. എൻ്റെ നാഥ, നിൻ്റെ സ്നേഹത്തിൻ്റെ തലോടലേൽക്കാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. നാഥ, നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.